ഹലോ എവരി വൺ, ടോക്ക് ടു ഷഫീർ എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ ഇൻവെന്ററി മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് ടെക്നിക്കുകളെ കുറിച്ചാണ്. ഇതിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലതും ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ പുതിയതായിട്ട് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എഫക്റ്റീവ് ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആദ്യമായിട്ട് ടെക്നിക്സുകളിലേക്ക് പോവാം. ABC അനാലിസിസ്, അതായത് നമ്മുടെ ഇൻവെന്ററിയിലുള്ള കാറ്റഗറിയിൽ ഹൈ വാല്യൂവും ഹൈ വെലോസിറ്റിയും ഫാസ്റ്റ് മൂവിങ്ങും ആയിരിക്കും ഒന്ന്. ബി കാറ്റഗറി എന്ന് പറയുന്നത് ABC-യിൽ ബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബി എന്ന് പറയുന്നത് മീഡിയം പ്രൈസ് റേഞ്ച് ഉള്ളതായിരിക്കും, അതിന് മീഡിയം സെയിലും ആയിരിക്കും, അല്ലെങ്കിൽ മീഡിയം വെലോസിറ്റി ആയിരിക്കും ഉള്ളത്. സി കാറ്റഗറി എന്ന് പറയുന്നത് ലോ പ്രൈസ് റേഞ്ച് ആണ്, അതിൻ്റെ മൂവ്മെൻറ്റും അല്ലെങ്കിൽ സെയിൽസും വളരെ ലോ ആയിരിക്കും. ഇതാണ് ABC അനാലിസിസ്. നമ്മുടെ കയ്യിലുള്ള കാറ്റഗറീസ്, പ്രോഡക്റ്റ് കാറ്റഗറിയെ ഈ രീതിയിലേക്ക് തരംതിരിച്ചുകൊണ്ട് പർച്ചേസിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ട് അതനുസരിച്ചിട്ട് ഷഫിൾ ചെയ്ത് ഓർഡർ കൊടുക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻവെന്ററി നമുക്ക് പ്ലേസ് ചെയ്യാനും അതിലൂടെ കാര്യമായ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനും കഴിയും. ഒന്ന്. രണ്ടാമത് ജസ്റ്റ് ഇൻ ടൈം ഓർഡർ എന്ന് പറയും. അതായത് ചില പ്രോഡക്ട്സുകളുണ്ട്, അത് നമുക്ക് ഒരുപാട് നാളുകളായിട്ട് എടുത്ത് പിന്നെ നോൺ മൂവിങ് ആയിട്ട് പൊടിയും അടിച്ച് വിൽക്കേണ്ട കാര്യം വരുന്നില്ല. അത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്ത് പെട്ടെന്ന് വരുത്തി കൊടുക്കാനായിട്ട് കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. ചില ഫാർമസികളിലൊന്നും വീൽ ചെയർ പോകാറില്ല. അപ്പം വീൽ ചെയർ വളരെ റെയറസ്റ്റ് ആയിട്ട് 6 മാസത്തിൽ 3 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് എൻക്വയറി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് എടുത്തു വെച്ച് പൊടിയടിച്ച് തുരുമ്പ് കയറി അതിന് ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടുത്തി കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് വീൽ ചെയറിൻ്റെ ഒരു എൻക്വയറി വരുന്ന സമയത്ത് സാർ ഇന്നത്തെ ദിവസം ഒരു 2 മണിക്കൂറിനകത്ത് വീട്ടിലെത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് ആ ഡിമാൻഡിനനുസരിച്ചിട്ട് ഓർഡർ കൊടുക്കുകയും അതെടുത്ത് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്ഥലവും ലാഭമായിരിക്കും, ആ ഫണ്ട് അവിടെ കെട്ടിക്കിടക്കുന്നുമില്ല. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയും. അടുത്ത് ഇൻവെന്ററി മാനേജ് ചെയ്യാനായിട്ട് സാധാരണഗതിയിലും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് മിനിമം മാക്സിമം. അതായത് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 3 മന്ത്സിലോ അല്ലെങ്കിൽ ലാസ്റ്റ് 6 മന്ത്സിലോ നടന്ന സെയിൽസ് ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബാലൻസ് സ്റ്റോക്ക് എത്രയാണ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റോക്ക് എത്രയാണെന്നുള്ളതും കൂടെ നോക്കിയിട്ട് അതിൽ ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്തുകൊണ്ട്, സോഫ്റ്റ്വെയറിൽ ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. ഇവിടെ സോഫ്റ്റ്വെയർ ഇതിനെ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? മിനിമം ലെവലിന് താഴെ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഓർഡർ ലിസ്റ്റിലേക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു ചിലർ സെറ്റ് ചെയ്യുന്നത് മാക്സിമത്തിന് താഴെ പോകുമ്പോൾ ഇത് ഓർഡർ ലിസ്റ്റിലേക്ക് വരണം എന്നുള്ള രീതിയിലായിരിക്കാം. ഇത് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതായത് ലാസ്റ്റ് 3 മന്ത്സിൽ ഇപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി പോയെങ്കിൽ ആ 100 ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത മാസത്തേക്ക് വേണ്ട റിക്വയർഡ് ക്വാണ്ടിറ്റി ഏതാണെന്ന് സിസ്റ്റം തന്നെ പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് ഇത്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഇങ്ങനെ ബോർഡിലൊക്കെ എഴുതി വളരെ വിശദീകരിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ആ വീഡിയോ കൂടുതലായിട്ട് ഒന്ന് കാണാൻ കഴിയും. ഇനി പർച്ചേസ് ഓർഡർ കൊടുക്കുന്നിടത്ത് മറ്റു ചിലർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് ബേസ്ഡ് ഓൺ സെയിൽസ്. അതായത് ലാസ്റ്റ് ഒരു 3 മന്ത്സിലുള്ള സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത, അതായത് 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ ജനുവരി ഫെബ്രുവരി മാർച്ചിലുള്ള സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിലുള്ള റിക്വയർഡ് ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്യും. അതെങ്ങനെയാണ്? ഹിസ്റ്റോറിക്കൽ സെയിൽ പോയി നോക്കിയിട്ട് ഒരു പർട്ടിക്കുലർ പാരസെറ്റമോൾ 500 ജനുവരി ഫെബ്രുവരി മാർച്ചിലായിട്ട് ഒരു 150 സ്ട്രിപ്പ് പോയി എന്ന് വെച്ചോ. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു ആവറേജ് ലാസ്റ്റ് 3 മന്ത്സിലെ സെയിൽ എന്ന് പറഞ്ഞാൽ പെർ മന്ത് ആവറേജ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സ്ട്രിപ്പാണ്. എങ്ങനെയാണ്? 150 ഡിവൈഡഡ് ബൈ 3, 50 എന്ന് കിട്ടും. ഈ 50 സ്ട്രിപ്സ് ആണ് ഏപ്രിലെ സെയിൽസിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ക്വാണ്ടിറ്റി. അതിൻ്റെ പകുതി എന്ന് പറയുന്ന 25 സ്ട്രിപ്പാണ് മിനിമം ക്വാണ്ടിറ്റി. ഇങ്ങനെയും ബേസ്ഡ് ഓൺ സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലും മിനിമം മാക്സിമം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ റൈറ്റ് ചെയ്യാൻ കഴിയും. അത് ഓവർ സ്റ്റോക്ക് ആകാതെ, സ്റ്റോക്ക് ഔട്ട് ആകാതെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനും കഴിയും. ഈ ടെക്നിക്സുകളെല്ലാം, മുകളിൽ പറഞ്ഞ ടെക്നിക്സുകളെല്ലാം നിങ്ങൾക്ക് എറർ ഫ്രീ ആകണമെങ്കിലും അത് യൂസ്ഫുൾ ആകണമെങ്കിലും ഇതിൻ്റെ എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്. എന്താണ്? നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റോക്കും നിങ്ങളുടെ സിസ്റ്റം സ്റ്റോക്കും ടാലി ആയിരിക്കണം. അതായത് സിസ്റ്റത്തിൽ പാരസെറ്റമോൾ 500 100 സ്ട്രിപ്പ് കാണിക്കുകയും റാക്കിൽ ചെന്ന് നോക്കുമ്പോൾ അത് 50 സ്ട്രിപ്പേ ഉള്ളൂ എങ്കിൽ 50 സ്ട്രിപ്പ് അവിടെ ഷോർട്ടേജ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ സെയിൽസ്
അല്ലെങ്കിൽ സെയിൽസും സോഫ്റ്റ്വെയറിലേക്കുള്ള അപ്ഡേഷനിലും എന്തോ മിസ്മാച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എറർ ഉണ്ട്, കറക്റ്റായിട്ട് അത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫാർമസിയിൽ ചിലപ്പോൾ 2 പേരുള്ള ഫാർമസി ഉണ്ടാകാം, ചിലപ്പം 10 പേര് പ്രവർത്തിക്കുന്ന ഫാർമസി ഉണ്ടാവാം. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കൾച്ചർ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാകണം. എന്താണ്, ഒരു ടാബ്ലറ്റ് കൊടുത്താൽ പോലും കൃത്യമായിട്ട് സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുമെന്നും ഏത് സമയവും ഏത് ഇൻവെന്ററിയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാലും സിസ്റ്റം സ്റ്റോക്കും റാക്ക് സ്റ്റോക്കും കറക്റ്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ ടാലി ആയിരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഓട്ടോമേഷൻസും സോഫ്റ്റ്വെയറിലൂടെയുള്ള റിക്വേർഡ് ക്വാണ്ടിറ്റിയും എഫക്റ്റീവ് ആവുകയുള്ളൂ. അത് കസ്റ്റമറുടെ കസ്റ്റമറുടെ ആവശ്യാനുസരണം അവൈലബിലിറ്റി കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ വീഡിയോയിൽ ഞാൻ 3-4 ടെക്നിക്സുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഫാർമസിക്ക് മാച്ച് ആകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ രീതികളുമായിട്ട് മാച്ച് ആവുന്ന ഏതെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, അത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനിയുമുണ്ട്, അതിൽ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിലും ജസ്റ്റ് ഞാൻ പറയാം. FSN, ഫാസ്റ്റ് സ്ലോ നോൺ മൂവിങ്. നിങ്ങളുടെ പ്രോഡക്റ്റ് കാറ്റഗറിയെ ഫാസ്റ്റായിട്ട് പോകുന്നതായിട്ടും സ്ലോ ആയിട്ട് പോകുന്നതായിട്ടും നോൺ മൂവിങ് ആയിട്ട് പോകുന്ന കാറ്റഗറികളെയും തിരിച്ചറിയുകയും അതനുസരിച്ചിട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന ഒരു രീതിയാണ് FSN, ഫാസ്റ്റ് സ്ലോ നോൺ മൂവിങ്. അതുപോലെ തന്നെ HML, ആ പേര് പറയുന്നത് പോലെ തന്നെ H ഫോർ ഹൈ, M ഫോർ മീഡിയം, L ഫോർ ലോ. അതായത് HML ടെക്നിക്ക്, ഹൈ വെലോസിറ്റി ഉള്ളത്, മീഡിയം വെലോസിറ്റി ഉള്ളത്, ലോ വെലോസിറ്റി ഉള്ളത് എന്നുള്ളത് തരംതിരിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന ഒരു രീതി. ഇനിയുണ്ട് SOS ടെക്നിക്ക്, അതായത് സീസണൽ ആൻഡ് നോൺ സീസണൽ. അതായത് ചില സീസൺ എത്തുമ്പോൾ വളരെ ഡിമാൻഡ് കൂടുന്ന ചില പ്രോഡക്റ്റ് ഉണ്ടാവും. ഉദാഹരണം, വിന്റർ സീസണിൽ മോയ്സ്ചറൈസിങ് ക്രീം ഭയങ്കര ഫാസ്റ്റായിട്ട് എൻക്വയറി വരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ സമ്മർ സീസണിൽ സൺസ്ക്രീൻ ലോഷന്, പ്രിക്ലി ഹീറ്റ് പൗഡറിനൊക്കെ ഡിമാൻഡ് കൂടുന്നത് ഒരു സമയമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സീസണലിൽ ഏതാണ്, നോൺ സീസണലിൽ ഏതാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എഫക്റ്റീവായിട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന ഒരു ടെക്നിക്കാണത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച വിഷയം പർച്ചേസ് ഓർഡർ കൊടുക്കുന്നിടത്ത് അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ് ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളെ കുറിച്ചാണ്. അതിൻ്റെ സമ്മറി ആയിട്ട് ഒന്ന് ABC അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു, ജസ്റ്റ് ഇൻ ടൈം എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു, മിനിമം മാക്സിമം ഓർഡർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ബേസ്ഡ് ഓൺ സെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, FSN എന്താണെന്ന് പറഞ്ഞു, HML എന്താണെന്ന് പറഞ്ഞു, SOS എന്താണെന്ന് പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി തരാം. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ബിസിനസ് ആശയങ്ങൾ താല്പര്യമുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി അറിയിക്കുന്നു. ഏവർക്കും നന്മകൾ ഉണ്ടാകട്ടെ.